ലോങ് ഹെയർ ഉള്ള എല്ലാവരും നേരിടുന്നൊരു പ്രശ്നമാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. ഞാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പാട് ഓർക്കുമ്പോൾ മുടി വെട്ടിക്കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ നാളുകൊണ്ട് ഞാൻ ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് എൻ്റെ മുടി ഒന്ന് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന്. എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രെയിറ്റ് ലുക്കൊന്നും അല്ലായിരുന്നു മുടിക്ക് വേണ്ടത്. ജസ്റ്റ് അതൊന്ന് മാനേജബിൾ ആയിട്ട് കിടക്കണം, അത്രമാത്രം. അങ്ങനെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പനമ്പള്ളി നഗറിലുള്ള സലൂൺ സെൻറ്ററിലാണ് പോയത്. അവിടെ ചെന്ന ശേഷം അവരെൻ്റെ ഹെയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. പിന്നെ എനിക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ പറ്റി മറ്റു ട്രീറ്റ്മെൻറ്റ്സുകളെ പറ്റിയിട്ടൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. പിന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ ഹെയർ വാഷ് ചെയ്തു, പിന്നീട് ഹെയർ ഡ്രൈ ചെയ്തു. ഇനി മുടിയെല്ലാം ഓരോ സെക്ഷനായിട്ട് തിരിച്ച് അതിലേക്ക് ക്രീം അപ്ലൈ ചെയ്യുവാണ്. 3 മണിക്കൂറായിരുന്നു നമ്മുടെ ട്രീറ്റ്മെൻറ്റിന് പറഞ്ഞിരുന്ന ടൈം. പക്ഷേ എൻ്റെ ലോങ് ഹെയർ ആയതുകൊണ്ട് 4.5 മണിക്കൂർ എടുത്തിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും നേരം അവർ പേഷ്യൻ്റായിട്ട് നിന്ന് ഈ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. അവരുടെ കസ്റ്റമർ സർവീസ് വാസ് ദ ബെസ്റ്റ്. അങ്ങനെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തു. പിന്നെ അതെ തലയിൽ കിരീടവും വെച്ച് ഞാൻ 1 മണിക്കൂർ ഇങ്ങനെ ഇരിപ്പായി. അങ്ങനെ 1 അവർ കഴിഞ്ഞ് വീണ്ടും ഹെയർ വാഷ് ചെയ്ത് നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ആ ചേച്ചി ഇന്ന് എൻ്റെ മുടിയിൽ ഒരു താജ്മഹൽ പണിയെന്നാണ് തോന്നണത്. അയ്യോ, ഉറക്കം വന്നിട്ട് എനിക്ക് വയ്യായിരുന്നു. പിന്നെ എന്നാലും നമ്മളിങ്ങനെ ഇരിക്കേണ്ടതുകൊണ്ട് കണ്ണും തുറന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് കൊടുത്തു. അങ്ങനെ സംഭവബഹുലമായ ഹെയർ ഡ്രൈയിങ് കഴിഞ്ഞു. ഇനി ഹെയർ അയൺ ചെയ്യണം. അയണിങ് തുടങ്ങി, മുടിയിൽ നിന്ന് പോകാൻ തുടങ്ങി. എടാ രാമൻകുട്ടി, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, നീ 10 ആൾക്കാരെ ഇങ്ങോട്ട് വിളിക്കേ. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എൻ്റെ മുടിയെല്ലാം താജ്മഹൽ പണിതത്. എന്ത് സ്റ്റൈലായിട്ടാണെന്ന് നോക്കിയേ, താടിക്ക് കൈയും കൊടുത്തിരുന്ന് ഉറങ്ങാൻ നോക്കുന്നത്. എങ്ങനെയാണല്ലോ എൻ്റെ ഉറക്കമൊന്നും നടന്നില്ല. പക്ഷെ എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ശേടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? എന്നാ കഴിഞ്ഞില്ല, ഇനിയുണ്ടായിരുന്നു. ഞാൻ ഇരുന്നിരുന്ന് ശരിക്കും മടുത്തു. ശരിക്കും ഒരു കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ. ഇത്രയും നേരം എനിക്ക് വേണ്ടിയിട്ട് അവർ സ്പെൻഡ് ചെയ്തു. അത് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് റിയലി വോർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ നമ്മുടെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? കുഞ്ഞിരാമേണ്ണെ കാണാൻ ചെത്തായിട്ടില്ലേ? ആക്ച്വലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സ്ട്രെയിറ്റ്നെസ് കൊണ്ടല്ല, എനിക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് തലയിൽ മുടിയുള്ളതായിട്ട് ഫീൽ ചെയ്യണമില്ല. ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ട് ഫീൽ ചെയ്തു. എനിക്ക് അതായിരുന്നു ഭയങ്കര സന്തോഷം. പേഴ്സണലി എനിക്കിങ്ങനെ ഹെയർ ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത് താല്പര്യമില്ല. എനിക്ക് എൻ്റെ ഹെയർ കുറച്ച് ബൗൺസ് ആയിട്ട് തന്നെ കിടക്കണമാണ് ഇഷ്ടം. അപ്പോൾ ആഫ്റ്റർ വാഷിന് ശേഷം മുടി ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കില്ല. അപ്പോൾ ടെക്സ്ചർ കുറച്ചുകൂടെ ചേഞ്ച് ആവും. സോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.